السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കുൽ ചെയ്യാറുണ്ട് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കൽ അലല്ലാഹ് തവക്കൽ അലൽ ഹയ്യിൽ ഖയ്യൂം അലല്ലാഹി ഫല്യതവക്കൽ അൽ മുഅ്മിനൂൻ തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ തവക്കുൽ എന്നാണ് പറയാ. തവക്കൽ എന്ന് പറഞ്ഞാൽ തവക്കുൽ ചെയ്യുക എന്ന കൽപ്പനയാണ്. ചില ബസ്സിലും അവിടെയും ഇവിടെയൊക്കെ പേര് കാണാം, കടകളിലൊക്കെ തവക്കൽ എന്ന്. തവക്കൽ എന്ന് പറഞ്ഞാൽ അത് ക്രിയയാണ്, നാമമല്ല. തവക്കുൽ തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട പണികൾ ചെയ്തിട്ടാണ്. കെട്ടിയിടണോ ഒട്ടകത്തെ, അതല്ല തവക്കുൽ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യണമെന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഫവ്വദ്തു അംരി ഇലൈക്, നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോഴുള്ള പ്രാർത്ഥനയിൽ എന്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, അതും ഈ തവക്കുലിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതൊക്കെ ഞാൻ പടച്ചോന്റെ അടുത്ത് വിട്ടു എന്ന് പറയുന്ന നമ്മുടെ സംസാരം. പടച്ചോന്റെ അടുത്ത് വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എനിക്കത് തരൂല അല്ലെങ്കിൽ ചെയ്തു തരൂല, അപ്പൊ പിന്നെ അത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെന്തായി ആകണം? പിന്നെ നമ്മൾ ആ വിഷയം അവരോട് വേറെ ആരുടെയും കേസ് കൊടുക്കുകയും ചെയ്യുന്ന പ്രശ്നമില്ല. കാരണം പരലോകത്തേക്ക് വിടുകയാണ്. പരലോകത്തേക്ക് വിട്ടാൽ പിന്നെ ദേഹലോകത്തില്ല. അല്ലെങ്കിലോ തവക്കുൽ ചെയ്യാന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട പണി ചെയ്തിട്ടാണ്. ഇതിൽ ഒരുപാട് ആൾക്കാർ പടച്ചോന്റെ അടുത്ത് വിട്ടു എന്ന് പറയും, പിന്നെ അതന്നെ പറഞ്ഞുകൊണ്ട് നടക്കും, പിന്നെ അതന്നെ അവരോട് പിന്നെയും പറയും, വേറെ ആരോടെയും പറയും, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. അപ്പൊ അതില് നമുക്ക് ശ്രദ്ധിക്കാം. റബ്ബിന്റെ അടുത്തേക്ക് വിട്ടു എന്ന് പറയാൻ തന്നെ നമുക്ക് ശരിക്കും അതിന്റെ നിയമവശങ്ങളൊക്കെ ശരിക്കും നമ്മൾ പഠിക്കണം. കാരണം നമുക്കിവിടെ ദുനിയാവിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, കിട്ടാനുള്ള കാര്യങ്ങൾ അത് നമുക്ക് ആവശ്യമൊന്നുമില്ല എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് ഒന്ന്. അല്ലെങ്കിലോ ഒരു കാര്യവുമില്ല, ഇവിടെ ഞാൻ അത് ഏർപ്പാട് ചെയ്തിട്ടോ കേസ് കൊടുത്തിട്ടോ ഒന്നും കിട്ടാൻ പോകണില്ല, ഇത് 100% അല്ല 99% ഉറപ്പായാലാണ് പിന്നെ പടച്ചോണ്ടൊക്കെ വിടുക. പിന്നെ അത് അവിടുന്ന് എടുക്കുക എന്നുള്ളത് ഉണ്ടാവില്ലല്ലോ ഒരിക്കലും. അതിനാൽ തവക്കുലായാലും ശരി, ഈ വിടലായാലും ശരി, വളരെ ശ്രദ്ധിക്കണം. പക്ഷേ തവക്കുൽ ചെയ്യുമ്പോൾ നമുക്കതിന് ചെയ്യാനുള്ള എല്ലാവിധ ഓപ്ഷൻസും ഉണ്ട്. പടച്ചോണ്ടൊക്കെ വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് അവിടെ അവസാനിക്കണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാവർക്കും അള്ളാഹുവെ ശിഫ നൽകണം. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.